ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ബട്ടൺ മഷ്റൂം തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള മഷ്റൂം നന്നായി കഴുകി വൃത്തിയാക്കി 4 കഷ്ണമായിട്ട് പൊളിച്ച് ഒരു വലിയ സവാളയും കൂടെ അരിഞ്ഞവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേവിക്കാൻ വെക്കുന്നതിന് മുമ്പ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരൽപ്പം ചെറിയ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, കറുവപ്പട്ട, പിന്നെ ഒരു കുഞ്ഞ് ഗ്രാമ്പു, ഒരു 3-4 തരി നമ്മുടെ ഏലക്കായ, ഇത്രയും ചേർത്തൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കരിയാതെ ചെറിയ തീയിൽ നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടൺ മഷ്റൂം തേങ്ങ വറുത്തരച്ച് വെച്ചാലും അല്ലാതെ നമ്മൾ റോസ്റ്റ് പോലെ ആക്കിയാലും ഇങ്ങനെ ആക്കിയാലും നല്ലതാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്കിവിടെ കൂണൊന്നും അങ്ങനെ കിട്ടാറില്ല, നമ്മുടെ പറമ്പിലൊന്നും അങ്ങനെ കൂണുണ്ടാവാറില്ല. അപ്പം ഞങ്ങൾ അധികവും ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് തന്നെയാണ് കൂണ് കറി വെക്കാറ് കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനാണെങ്കിലൊക്കെ നമ്മൾ കൂണ് വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ വറവായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരൽപ്പം ഗരം മസാല ഇത്രയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൂണിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. മഷ്റൂം വേഗം വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. ചിപ്പിക്കൂണ് പോലെ അധികം സമയമൊന്നുമില്ല വേവാൻ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ മഷ്റൂമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായി മഷി പോലെ അരച്ച അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ, എരിവുണ്ടോ എന്നൊക്കെ നോക്കുക. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ അധികം തിളക്കേണ്ട ആവശ്യവുമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലും കൂടുതൽ ചാറ് വേണ്ടവർക്ക് ഈ സമയത്ത് കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇത്രയും ഇതിലും കുറുകിയിട്ട് വേണ്ടവരാണെങ്കിൽ ഒരൽപ്പം വെള്ളം കൂടെ കുറച്ചാലും മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്.